ഞാൻ അവർക്ക് ഇറങ്ങി തിരിച്ചു. കാരണം മനുഷ്യനെ സേവിക്കുന്നത് ദൈവത്തിനെ സേവിക്കുന്ന തുല്യമല്ലേ? വളരെ ശരിയാണ് പുണ്യാള. സാധാരണക്കാരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയില്ലായിരുന്നെങ്കിൽ എനിക്കും അവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മിഷണറി ഓഫ് ചാരിറ്റിയും ഉണ്ടാകുമായിരുന്നില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈയിടെ കാൽക്കാലം പോലെ കണ്ടപ്പോൾ മകളുടെ പട്ടണത്തെ അന്വേഷിച്ചിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ആ പറഞ്ഞു തീർന്നില്ല, വളരെ കാലകാലം ഞങ്ങൾ ഭൂമിയിലെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ആണോ? ഞങ്ങൾ വരുന്ന വഴിയാ. അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ എന്നും തീർന്നു. നോക്ക്, അൽഫോൻസാമ്മയും എമിഗ്രാസിയും അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആഹാ, അതുപോലെ രണ്ട് മലയാളികൾ ഒരുമിച്ച്. അവധികളുടെ പിതാവും കൽക്കട്ടയിലെ വിശുദ്ധയും പിന്നെ കാവൽ മനാനുമാരി. കൊള്ളാം. ഞാൻ അൽഫോൻസാമ്മയെ കാണുമ്പോ അമ്മ സഹിച്ച വേദനകളെ പറ്റി ചോദിക്കാനിരിക്കുമായിരുന്നു. FCC നടത്തി ചേർന്നതും അവിടെ നിന്നോട്ടുള്ള വേദനകളും 36-ാം വയസ്സിൽ മറന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കർത്താവ് ഈശോ കുരിശിൽ സഹിച്ചതിനോളം വലുതല്ലോ. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സേവിക്കുക. അല്ല, പ്രാർത്ഥനയുടെ അമ്മ വിശുദ്ധ എമിഗ്രാസിയമ്മേ, എന്താ ഒന്നും ഉണ്ടാത്തേ? നിങ്ങളൊക്കെ ഒന്നിച്ചുള്ള സന്തോഷത്തിൽ നിന്നു പോയിട്ടാ. ഞാൻ എൻ്റെ ജീവിതത്തെ പാത്രത്തിനെ മാത്രം മുറുകെ പിടിക്കും. പണ്ട് സന്ധ്യയാകുമ്പോൾ അപ്പൻ്റെ അമ്മയിലൂടെ തിരി കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞു കുടുംബത്തിൻ്റെ മുമ്പിലിരുന്ന് കുടുംബപ്രാർത്ഥന ചെയ്തിട്ട് ഇന്നലെ കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. അമ്മ പറയുന്നത് അശ്വനും പോലെ ശരിയാണ്. സഭയുടെ അടുത്ത തന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ്. അതെ അതെ, നസ്രത്തെ തിരുക്കുടുംബം പോലെ ഏതൊരു കഷ്ടപ്പാടിലും ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന വിശുദ്ധമായ കുടുംബങ്ങൾ. ഒരു വൈദ്യം മുതൽ ആ കുടുംബം സഹിച്ച പീഡകൾക്ക് കൈകാക്കില്ലല്ലോ. അതെ, പരിഭവങ്ങളും പരാതികളും ഇല്ലാതെ ദൈവസ്നേഹം തുളുമ്പുന്ന ആ തിരുക്കുടുംബം, അതാണ് നമ്മുടെ ശക്തി. പിന്തുടർന്ന് ഭൂമിയിൽ ഓരോ കുടുംബവും തിരുക്കുടുംബമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയിൽ തിരുക്കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനുണ്ട് കൂടെ. വിശുദ്ധ ജോബോ പാപ്പ സ്തുതിയായിരിക്കട്ടെ. പോലെ ശരിയായിട്ടുണ്ട്. This is